ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തനി നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുവാണേ. നാടിൻ്റെ രുചികൾ എപ്പോഴും നമുക്ക് പ്രിയമുള്ളതാണല്ലോ. നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ നിന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് നാടൻ സ്റ്റൈലിൽ കൊണ്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണണോട്ടോ എല്ലാവരും. അപ്പോൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ എല്ലോടുകൂടി ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു. പിന്നെ അതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തു. പിന്നെ 2 സ്പൂൺ വിനെഗർ ചൊറുക്കയും കൂടി ചേർത്തു. പിന്നെ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിലോട്ട് ഒരു 2 സവോള, ഇടത്തര സവോളയും 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 1 3-4 പച്ചമുളകും കൂടെ ചേർക്കാം. എരിവ് ഓർക്കുക, ആവശ്യത്തിന് ചേർക്കുക, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. അപ്പോൾ സവോളയോട് ചേർത്തിട്ട് നമുക്കിനി അത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് മാറ്റാം. കറിവേപ്പില ചേർക്കാൻ മറക്കില്ല കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാൻ മറക്കണ്ട. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്നങ്ങ് തിള വരുന്ന സമയത്ത് അതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് നമ്മുടെ തക്കാളി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ ടിൻഡാണ്, ടിൻ ടൊമാറ്റോ ആണ് ഞാൻ ചേർക്കുന്നത്. ഫ്രഷ് അത് വേണമെങ്കിൽ ചേർക്കാം. ഈ തക്കാളി ഓപ്ഷനിലാട്ടോ. അത് ഓരോരുത്തർ സൗകര്യം പോലെ ചേർത്തത്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിത് ചേർക്കുന്നത് ഇച്ചിരി തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം കറിവേപ്പിലയുടെ കാര്യം മറക്കണ്ട. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. പകുതി തിളച്ച് കഴിയുമ്പോൾ, അതായത് ചിക്കൻ ഒരു പകുതി വേവായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്കൊരു 1 2 3 ഉരുളക്കിഴങ്ങ് സൈസിൻ്റെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ട് അത് വെന്ത് കഴിയുമ്പോൾ അതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക കേട്ടോ. തേങ്ങാപ്പാലോട് ചേർത്തിട്ട് ഒന്നങ്ങ് തിളച്ചോട്ട്, ഒരുപാട് വെട്ടി തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് വാങ്ങി വെച്ചിട്ട് ഇനി അതിലോട്ട് താളിക്കണമല്ലോ. താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി പെരിഞ്ചീരകം ഇട്ടിരുന്നു. കടുകൊന്നുമല്ല, ഇച്ചിരി പെരിഞ്ചീരകവും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മുളകും കൂടെ അങ്ങോട്ട് ഇട്ട് ഇച്ചിരി കറിവേപ്പിലോട്ട് ഇട്ടു. ഒന്നങ്ങ് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയിലോട്ടങ്ങ് ചേർക്കാം. അടിപൊളിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ, എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നാടൻ സ്റ്റൈലിൽ തന്നെയുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. താങ്ക്സ്. ബൈ.